ലഹരിക്ക് അടിമകളായവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Mary Martha College, Periyakulam, where education meets opportunity. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ തുടക്കമാണ് ഓപ്പറേഷൻ തുഫാൻ. പദ്ധതിയിലൂടെ ലഹരിയുടെ ഉപഭോക്താക്കളെയും വിപണനം നടത്തുന്നവരെയും പിടികൂടും. അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ കരങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല. യുവാക്കളുടെ പ്രതിഭ ഈ സമൂഹത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിക്കണം. ലഹരിക്കടിമപ്പെട്ട് ജീവിതം നരകതുല്യമാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കടിമപ്പെട്ട ജീവിതങ്ങൾ എങ്ങനെയാണ് തകരുന്നതെന്ന് ഒരു പരിധിവരെ നേരിട്ട് കണ്ട അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എഞ്ചിനീയറിംഗിന് കോയമ്പത്തൂർ പഠിക്കുമ്പോൾ അന്ന് ഇതുപോലെയൊന്നും ഡ്രഗ്സ് ഒന്നും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടില്ല. പക്ഷെ അന്ന് എൻ്റെ സീനിയറായിട്ട് പഠിച്ച 1-2 പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ശോചനീയമാണ് കാഴ്ച. നമ്മൾ ഈ ശ്രീ പ്രിൻസ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം പ്രിൻസിന്റെ ഇവിടെ നമുക്കൊരു പ്രത്യാശ ഭവൻ എന്ന് പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസ്, അതായത് മദ്യത്തിന് അടിപ്പെട്ടു പോയ ആളുകൾക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ ഈ തൊടുപുഴയിലുണ്ട്. ഒരു മദ്യാസക്തി കൂടെ ഒരാളെ നമ്മളെ അവിടെ ഒരു മാസത്തെ പ്രോഗ്രാമിൽ ചേർത്താൽ ഈ മദ്യത്തിൽ നിന്ന് മോചനം നേടുന്ന ആളുകളുടെ ശതമാനം ഏതാണ്ട് 60-65%. ഒരു ഡ്രഗ് അഡിക്റ്റ്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരാള് ഇന്ന് കേരളത്തിൽ പരിമിതമായുള്ള നമ്മുടെ ഈ സൗകര്യങ്ങളിൽ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ 1 മാസം പോയി നിന്നാൽ അതിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ആളുകളുടെ ശതമാനം കേവലം 2%. ഏത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ വീണ്ടും ഉപയോഗത്തിലേക്ക് തിരിച്ചു പോകുന്നു. അത്രയ്ക്ക് ഭീകരമാണ് ഈ അഡിക്ഷന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന ആഗോള സന്നദ്ധ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ് പോലെ നർക്കോട്ടിക്സ് അനോണിമസ് കൂട്ടായ്മ ജില്ലാതലത്തിൽ ആരംഭിക്കണം. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രി വലിയ അംഗീകാരമാണ് നൽകിയത്. കേരളം തുടങ്ങിവെച്ച തുഫാൻ പദ്ധതി രാജ്യമെങ്ങും വ്യാപകമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നിറയ്ക്കാൻ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നടൻ ആസിഫ് അലി പറഞ്ഞു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോഴുള്ള സന്തോഷമാകണം ഏറ്റവും വലിയ ലഹരി. സിനിമ നിരവധി പേരെ വഴിതെറ്റിക്കുന്നുണ്ട്. സിനിമയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. എന്നാൽ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം ഉൾക്കൊള്ളിച്ച ഹണീബിയും കിളിബോയ് പോലുള്ള സിനിമകൾ ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിയോട് യുവതലമുറ നോ പറയണം. ചെറിയ രീതിയിൽ തുടങ്ങുന്ന ലഹരിയുടെ ഉപയോഗം പിന്നീട് വലിയ ലഹരി ഉപയോഗമായി മാറും. മികച്ച ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിന് ലഹരിയോട് നോ പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നൊരു സംസാരമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് അംഗീകരിക്കുന്നു. സിനിമയിൽ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് തുറന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. എങ്കിലും ഒരു കാര്യം പറയട്ടെ, സിനിമയിൽ കാണിക്കുന്നത് ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തും ഒരു നടനും അവർ ആലോചിച്ച് ഒരു പ്രത്യേക പ്രൊപ്പഗണ്ടയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് സമൂഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സിനിമ പറയുമ്പോൾ അതിൻ്റെ സിറ്റുവേഷന് ആവശ്യമായ രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ള, TV ചാനലിലൂടെ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തണം എന്ന് ഓർത്തിട്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഒരു സിഗരറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ചില സിനിമകൾ, ചില കഥകൾ പറയുമ്പോൾ ചില സിറ്റുവേഷൻസ് അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകുമ്പോൾ സ്വന്തം ജീവരക്തം തന്നെയാണ് നാം കുടിക്കുന്നതെന്ന് തിരിച്ചറിയണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം പറഞ്ഞു. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മദ്യവും മയക്കുമരുന്നും പോലെ പലതും നിങ്ങളെ മോഹിപ്പിച്ചേക്കാം.
പക്ഷേ അവയുടെ കെണിയിൽ വീഴാതെ കൃത്യമായ ലക്ഷ്യത്തോടെ ജീവിത വിജയത്തിന്റെ ഉയരങ്ങളിലെത്തണം. ജീവിതത്തിന്റെ മനോഹരമായ ഉയരങ്ങളിലെത്താനാകണം നമ്മുടെ പ്രയത്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അൻഷാദ് മുഹമ്മദ്, രാജീവ് ഭാസ്കർ, മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം കുട്ടി, കൌൺസിലർ PA ഷാഹുൽ ഹമീദ്, നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ്, തൊടുപുഴ ഡിവൈഎസ്പി PM ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Unlock your future with quality education. Spot admission 2026 is now open at Mary Martha College, Periyakulam, Theni, a premier institution run by the CMI Fathers, offering UG, PG, and PG diploma programs. Visit our Spot admission camp at Deepika Book House, Katapana on June 10th and 22nd. For admissions, call 999-4758-711. Mary Martha College, Periyakulam, where education meets opportunity.